നമസ്കാരം. കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം. മാനവികതയുടെ നല്ല മുഖങ്ങളെയാണ് കാഴ്ച തിരയുന്നത്. പ്രതീക്ഷയുടെ പ്രകാശം പരത്തുന്ന ജീവിതങ്ങളെയും വർത്തമാനകാലത്തിലേക്ക് തുറന്നു പിടിച്ച കണ്ണുകൂടിയാണ് ഈ പരിപാടി. അമേരിക്കയിലെ ഫാഷൻ ലോകത്ത് കഴിവ് തെളിയിച്ച ആദ്യ ഇന്ത്യക്കാരനായ ആനന്ദ് ജോൺ എന്ന മലയാളി ഫാഷൻ ഡിസൈനർ ജാമ്യം പോലും കിട്ടാത്ത കുറ്റം ചുമത്തപ്പെട്ട് ജയിലിൽ തടവിലാണ്. ഫാഷൻ രംഗത്തെ എതിരാളികളുടെ ഗൂഢാലോചനയുടെ ഇരയാണ് ആനന്ദ് എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇത് ആനന്ദ് ജോൺ, അമേരിക്കയിലെ ഫാഷൻ ലോകത്ത് കഴിവ് തെളിയിച്ച ആദ്യ ഇന്ത്യക്കാരൻ കൂടിയായ കേരളത്തിന്റെ സന്തതി. ഡിസൈനർ എന്ന നിലയിൽ വിജയത്തിന്റെ കൊടുമുടിയേറിയ ആനന്ദ് ഇപ്പോൾ കൂപ്പുകുത്തി വീണത് എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആനന്ദ് ജോൺ ഇന്ന് ജാമ്യം പോലും കിട്ടാത്ത രീതിയിൽ അമേരിക്കയിലെ ജയിലിൽ തടവിലാണ്. ബലാത്സംഗവും സ്ത്രീപീഡനവും അടക്കമുള്ള നിരവധി പരാതികളും കേസുകളുമാണ് ആനന്ദിനെതിരെയുള്ളത്. ഇത്തരത്തിൽ ഏകദേശം 30 കേസുകൾ. ആനന്ദിനെതിരായ ആരോപണങ്ങൾ സത്യമോ ഗൂഢാലോചനയോ എന്നറിയാൻ എത്ര നാൾ കാക്കണം? 16-ാം വയസ്സിൽ വിദ്യാർത്ഥിയായാണ് ആനന്ദ് ജോൺ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ എത്തിയത്. തിരുവനന്തപുരം സ്വദേശിയാണ് ആനന്ദ്. ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ ഭാര്യ സഹോദരി ശശിയാണ് ആനന്ദിന്റെ അമ്മ. കലാപാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമായ ആനന്ദ് കലയും സൗന്ദര്യവും തിരഞ്ഞെടുത്തതിൽ അത്ഭുതമില്ല. 1998-ൽ ലളിതകലയിൽ ബിരുദമെടുത്ത ആനന്ദ് ജോൺ തന്റെ മേഖല ഫാഷനാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. ഫാഷനിൽ വ്യത്യസ്തതയ്ക്കുള്ള പരീക്ഷണങ്ങൾ ആനന്ദ് ആരംഭിച്ചതും ഇക്കാലഘട്ടത്തിലായിരുന്നു. ഇന്ത്യയുടെ സംസ്കാര വൈവിധ്യവും വ്യത്യസ്ത വസ്ത്രസങ്കല്പങ്ങളും പാശ്ചാത്യ രീതിക്ക് ഇണങ്ങും വിധം ആനന്ദ് മാറ്റിയെടുത്തപ്പോൾ അമേരിക്കയിൽ പുതിയ വസ്ത്രവിപ്ലവത്തിന് തുടക്കമാവുകയായിരുന്നു. 1999-ൽ ന്യൂയോർക്ക് ഫാഷൻ വീക്കിൽ അരങ്ങേറിയ ആനന്ദിന്റെ ആദ്യ പ്രകടനം ലോകപ്രശസ്ത ഡിസൈനർമാരുടെയും വൻകിട വസ്ത്ര കമ്പനികളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. അങ്ങനെ ആനന്ദ് ജോൺ എന്ന ഫാഷൻ ഡിസൈനറെ അമേരിക്ക അംഗീകരിക്കുകയായിരുന്നു. ആനന്ദിന് മാനസികവും കലാപരവുമായ പിന്തുണയുമായി മോഡൽ കൂടിയായ സഹോദരി സഞ്ജന ജോണും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആനന്ദിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ സഞ്ജനയെയും അമ്മ ശശി എബ്രഹാമിനെയും മാനസികമായി തളർത്തിയിരിക്കുന്നു. അമേരിക്കയിൽ തടവിൽ കഴിയുന്ന ആനന്ദിന് സ്വന്തം രാജ്യത്ത് പിന്തുണ തേടിയെത്തിയിരിക്കുകയാണ് ഈ അമ്മയും മകളും. 2001 മുതൽ ഫാഷൻ ഡിസൈനിങ്ങിൽ രാജ്യാന്തര അവാർഡുകൾ കരസ്ഥമാക്കുന്ന ഈ ചെറുപ്പക്കാരന്റെ വളർച്ച അസൂയാവഹമായിരുന്നു. വെള്ളക്കാരായ ഡിസൈനർമാർക്ക് കിട്ടിയിരുന്നതിലും വലിയ അംഗീകാരമാണ് ആനന്ദിന് ലഭിച്ചതെന്ന് സഞ്ജന പറയുന്നു. ഈ വളർച്ചയിൽ അതൃപ്തരായിരുന്നവരുടെ ഗൂഢാലോചന മൂലമാണ് ആനന്ദ് ജയിലിൽ കിടക്കുന്നതെന്നും സഞ്ജന ആരോപിക്കുന്നു. മോഡലുകൾ ആനന്ദിനോട് കൂടുതൽ പണം ആവശ്യപ്പെട്ടുവെന്നും ഇത് കൊടുക്കാത്തതിനാൽ ചില ശക്തികളുമായി ചേർന്ന് ആനന്ദിനെതിരെ തിരിയുകയായിരുന്നുവെന്നും സഞ്ജന പറയുന്നു. 2006-ലാണ് വോൾ സ്ട്രീറ്റുകാർ ഈ കമ്പനി ഇവാലുവേറ്റ് ചെയ്തത്. ആ ബ്രാൻഡ് നെയിം ഇവാലുവേറ്റ് ചെയ്തു 10 മില്യൺ. അത് കഴിഞ്ഞ് അവർ ഒരു 10-15 മില്യണും കൂടെ ഇടാൻ 2006-ൽ തയ്യാറായി. ഈ സമയത്താണ് ഈ കൂട്ടരെല്ലാവരും വന്ന് പൈസ ചോദിക്കാൻ തുടങ്ങി. ഞങ്ങൾക്കും വേണം പൈസ, ഞങ്ങൾക്കും ഫാഷന് വേണ്ടി തരൂ. അതൊന്നും എനിക്കങ്ങനെ തോന്നുന്നവർക്ക് ചോദിക്കുന്നവർക്കും കൊടുക്കാൻ പറ്റില്ല. ഇത് കമ്പനി എന്ന് പറഞ്ഞാൽ വോൾ സ്ട്രീറ്റ് ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. അപ്പോഴാണ് ദേഷ്യങ്ങളും എന്താ പറയുന്ന കുശുമ്പും അസൂയയും എല്ലാം തുടങ്ങി. എങ്ങനെ ഒരു കേരളത്തിൽ നിന്ന് വന്ന ഒരു ആരും സപ്പോർട്ട് ഇല്ലാത്ത ഒരു കുട്ടി അതിവിടെ വന്ന് ന്യൂയോർക്കിൽ എങ്ങനെ ഇത്രയും വോൾ സ്ട്രീറ്റിന്റെ സപ്പോർട്ടും, അത് കൂടാണ്ട് 2007-ല് ഹിലറിയും ഒബാമയും കവറിലുള്ള ന്യൂസ് വീക്കില് ആനന്ദിനെ മാത്രമാണ് ഒരു ഡിസൈനറായിട്ട് അവർ പിക്ക് ചെയ്തത്. 2002 മുതൽ ആനന്ദിനൊപ്പം പ്രവർത്തിച്ചു വന്ന മോഡലുകളാണ് 2007-ൽ ആനന്ദിനെതിരെ ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. 2004-ൽ ആനന്ദ് ബലാത്സംഗം ചെയ്തു എന്നാരോപിച്ച് 2007-ൽ ഒരു മോഡൽ കേസ് കൊടുത്തതും പരാതിയുടെ വിശ്വസനീയതയിൽ സംശയം ജനിപ്പിക്കുന്നു. തുടർന്ന് ആനന്ദിനെതിരെ 30ഓളം പെൺകുട്ടികൾ പരാതികളുമായി മുന്നോട്ട് വന്നതും സംശയാസ്പദമാണെന്നാണ് ആനന്ദിന്റെ അമ്മ ശശിക്കും പറയാനുള്ളത്. ഈ 30 പേരിൽ 5 പേർ ആനന്ദിനൊപ്പം പ്രവർത്തിച്ചവരാണ്. 2005-ലും 2006-ലും ആനന്ദും സഞ്ജനയും ഇന്ത്യയിൽ നടത്തിയ എയ്ഡ്സ് ബോധവൽക്കരണ ഫാഷൻ ഷോകളിൽ പങ്കെടുത്തവർ കൂടിയാണ് ആനന്ദിന്റെ കൂടെ പ്രവർത്തിച്ച 5 മോഡലുകളും. മാർച്ച് 6-ാം തീയതി അറസ്റ്റ് ചെയ്യുന്നവര് ഒരു പെണ്ണ് പോയിട്ട് ഒരു റേപ്പ് കിറ്റ് നടത്തുന്നു. ആ റേപ്പ് കിറ്റാണ് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിരുന്നു.
ടോട്ടലി നെഗറ്റീവ്. അതുകൊണ്ട് അവർ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ദേ ആർ ട്രൈങ് ടു ആഡ് അപ്പ് ആൻഡ് ദർ ആർ പീപ്പിൾ, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആനന്ദിനെ ശരിക്കും എലിമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നെ. ഞങ്ങൾക്ക് അതിന് എല്ലാ തെളിവുകളും ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത് തെളിവിൽ കൊണ്ടുവരണേ നമ്മൾ കോടതി കൊണ്ടുവരണ്ടേ. അതിന് ഒരു ദിവസം പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരു പ്രാവശ്യം പോലും ഞങ്ങൾക്കൊരു ഡിഫൻസിനായിട്ട് ഞങ്ങൾ കോടതി പോയിട്ടില്ല ഇതുവരെയ്ക്കും. ഞങ്ങൾ ഡിഫൻസിന് ചാൻസേ കൊടുക്കാതെ അവർ നേരെ ഗ്രാൻഡ് ജൂറി പുള്ളി ചെയ്യാണ്. ഗ്രാൻഡ് ജൂറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡിഫൻസ് ഇല്ല. ആനന്ദ് നിരപരാധിയാണെന്നും ആനന്ദിനെതിരായ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നുമാണ് മറ്റ് 5 മോഡലുകളോടൊപ്പം ഇന്ത്യയിലെ എയ്ഡ്സ് ബോധവൽക്കരണ ഷോകളിൽ പങ്കെടുത്ത എല്ല എന്ന മോഡൽ പറയുന്നത്. I was there a week before he was arrested in the studio with about 3 girls, and nothing happened. And if anything happened, other girls would see it because it's a pretty small apartment, and everyone, like, once you hear screams if you're getting raped or something, or when someone says something. ആനന്ദിന് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ചാണ് പരാതിക്കാർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിക്ക് തന്റെ വാദം നിരത്താൻ അമേരിക്കയിലെ ഗ്രാൻഡ് ജൂറിയിൽ അധികാരമില്ല. അതിനാലാകാം ആനന്ദിന് സ്വന്തം വാദങ്ങൾ കോടതിക്ക് മുൻപിൽ വെളിപ്പെടുത്തി രക്ഷപ്പെടാനാകാത്തത്. ഒരു സാമാന്യ പൗരനുള്ള അവകാശം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ആനന്ദ്. 10 കോടി രൂപയാണ് ജാമ്യത്തുകയായി കോടതി ആവശ്യപ്പെട്ടിരുന്നത്. ഇത് നൽകി ആനന്ദിനെ മോചിപ്പിച്ചാലും വീണ്ടും ജാമ്യത്തുക ഉയർത്താൻ എതിർപക്ഷം ശ്രമിക്കുമത്രേ. ബോംബെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. സോ മജീദ് മെമ്മൻ, മഹേഷ് ഭട്ട് എന്നുള്ളവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എത്ര സെലിബ്രിറ്റീസ് ആൻഡ് മിനിസ്റ്റർ ആരോഗ്യം അപ്രോച്ച് ദേ ഓൾ ഹാവ് കം ഫോർവേഡ്. ബട്ട് ഓൾവേസ് പീപ്പിൾ ഹാവ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. ഇങ്ങനെ ഒരു സെൻസിറ്റീവ് കേസ് ആയ കാരണം കുറേ പേര് ഓപ്പൺലി പേര് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ബട്ട് ദേ ആർ ലെൻഡിങ് ദർ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി ഒരു ഗവൺമെന്റ് പ്രഷർ ഇല്ലെങ്കിൽ ഇന്നത്തെ സമയത്ത് ഇങ്ങനത്തെ കേസിൽ നobody bothers. മറ്റൊരു രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ഇടപെടാനാകില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദ് അറിയിച്ചെന്ന് ആനന്ദിന്റെ അമ്മ ശശി പറയുന്നു. എന്നാൽ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സഹായം എത്തിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. കേന്ദ്ര പ്രവാസികാര്യമന്ത്രി വയലാർ രവിക്കും ഇവർ നിവേദനം നൽകിയിട്ടുണ്ട്. ആനന്ദിന്റെ മോചനത്തിനായി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ മെഴുകുതിരി കത്തിച്ചും ഒരു സംഘം പ്രകടനം നടത്തി. കഴിവുള്ള ഒരു ഇന്ത്യക്കാരനും അന്യരാജ്യത്ത് ഇത്തരമൊരു ദുർഗതി വരാതിരിക്കട്ടെ എന്നാണ് ആനന്ദിനെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥന. ഒരു യുവപ്രതിഭയുടെ ഭാവിയും സ്വപ്നങ്ങളുമാണ് ഇവിടെ തകർക്കപ്പെട്ടത്. കേന്ദ്ര സർക്കാരിലെ ഉന്നതസ്ഥാനീയരായ മലയാളികൾ ആനന്ദിനെ സഹായിക്കണമെന്നാണ് ബന്ധുക്കൾ അഭ്യർത്ഥിക്കുന്നത്. കാഴ്ച ബ്രോട്ട് യു ബൈ ഫിനോലെക്സ്.